ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മളുടെ ഗീതാരഹസ്യം എന്ന ഭഗവത്ഗീതയുടെ ഓവർവ്യൂവിന്റെ 12ാമത്തെ സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 13. ഞാൻ എത്രയാ പറഞ്ഞത്? 12. സോറി, 13. ക്ഷമിക്കുക, 13ാമത്തെ നമ്മുടെ 13ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. 13ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ഓവർവ്യൂ എന്ന ഗീതാ രഹസ്യം എന്ന സെഷന്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 13ാമത്തെ അധ്യായമാണ്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഇന്നലത്തെ ക്ലാസ്സിന്റെ ഒരു ക്വിക്ക് റിവ്യൂ, ഒരു റീക്യാപ്പ് ആരെങ്കിലും മുൻപോട്ട് വന്ന് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. എന്താണ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നൊന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും പുതുതായിട്ട് വന്ന ഭക്തരാരെങ്കിലും പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞോട്ടെ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ സുമിയാണ്. ഇന്നലെ നമ്മളെടുത്ത ചാപ്റ്റർ ഭക്തി യോഗാണ്. അതില് ഗോഡ് എന്നുള്ളത്, അതായത് ഗോഡ് ഹെഡ്, ഓപ്ഷൻസ്, ഡിവോട്ടീസ്, ഡിസ്പൊസിഷൻസ്, അതാണ് നമ്മൾ ഇന്നലെ എടുത്ത 3 ഹെഡ്. അതില് പറഞ്ഞ പിന്നെ പറഞ്ഞ പോയിന്റ്സ് എന്താന്ന് വെച്ചാല് നമ്മള് അതായത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്താന്ന് വെച്ചാല് ഭഗവാൻ പറഞ്ഞിട്ടുള്ള 4 ബേസിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇൻടോക്സിഫിക്കേഷൻ, നോ ഇൽനെസൻസ് സെക്സ്, നോ ഗാംബ്ലിംഗ്. അങ്ങനൊരു 4 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനോട്, എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടു കൂടി എന്നെ ഭജിക്കുന്നവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം മതി, വളരെ സന്തോഷം. അതായത് നമ്മള് അത് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ 4 റിലേറ്റഡ് പ്രിൻസിപ്പിൾസും ഭഗവത് നാമം ജപിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സന്തോഷം. കറക്റ്റ്. താങ്ക് യു സോ മച്ച് മാതാജി. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ടോ? ഭക്തി യോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ എന്തെങ്കിലും ആർക്കെങ്കിലും പുതിയ പോയിന്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പറഞ്ഞു. സർവകർമ്മ ഫലത്യാഗ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. വെരി ഗുഡ്. ഓക്കെ, അത് എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്? ഭഗവാൻ നമുക്ക് പല ഓപ്ഷൻസ് എന്നല്ലേ ഇന്നലെ GOD എന്നുള്ളതിന് O എന്ന ഭാഗം, അതായത് ഓപ്ഷൻസ് എന്ന ഭാഗം പഠിച്ചപ്പോഴാണ് നമ്മൾ ഭഗവാൻ നമുക്ക് നൽകുന്ന പല ഓപ്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സ്റ്റേജ്, അല്ലെങ്കിൽ അതായത് ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് ഭഗവാൻ പറഞ്ഞത്. ഏറ്റവും ടോപ്പിൽ എന്തായിരുന്നു പോയിന്റ് പറഞ്ഞത്? ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയുണ്ടോ? ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ഭഗവാൻ പറഞ്ഞത് എന്താണ്? എന്നിൽ അചഞ്ചലമായ ഭക്തിയുള്ളവരെ ജന്മമരണ ദുഃഖത്തിൽ നിന്നും കരകയറ്റും ഞാൻ. അതെ, അത് നേടുന്നതിന് വേണ്ടിയിട്ട് പല സ്റ്റെപ്പുകൾ ഭഗവാൻ പറഞ്ഞതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ഭഗവാൻ പറഞ്ഞത്? അതാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രഭുജി, വ്യക്തിഗതവാദികളും അവ്യക്തവാദികളും അതാണ്. ഒന്നുകൂടെ മൈക്രോഫോൺ അടുത്ത് വെച്ച് സംസാരിച്ചു. വ്യക്തിഗതവാദികളും അവ്യക്തവാദികളെ കുറിച്ചുള്ളതാണ്. വ്യക്തിഗതവാദികളും അവ്യക്തിഗതവാദികളെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ഭഗവാൻ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യുക, ഇത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യുക, അങ്ങനെ പല ഓപ്ഷൻസ് ഭഗവാൻ പറഞ്ഞു. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് പേഴ്സണൽ ആണോ ഇംപേഴ്സണൽ ആണോ എന്നുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. അതിനുശേഷം ഹരേ കൃഷ്ണ പറയട്ടെ പ്രഭുജി. പറഞ്ഞോ. നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതും സാധിക്കുന്നില്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്നിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിച്ചുകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അത് കഴിയുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. സോ ഫസ്റ്റ് ഓപ്ഷൻ ഭഗവാൻ പറഞ്ഞത് എന്താണ്? ഭഗവാനിൽ മനസ്സും ബുദ്ധിയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അതാണ് ഭക്തിയുഗ സേവനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് ഭക്തിയുഗ സേവനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെന്താ പറഞ്ഞത്? അത് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. വെരി ഗുഡ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ സർവകർമ്മ പരിത്യാഗി ആകുക. അതിലേക്ക് വരാം. സോ ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ
സർവകർമ്മ പരിത്യാഗിയാകുക എന്നുള്ളതാണ്. കർമ്മഫലങ്ങൾ ത്യജിക്കുക. സോ ഇങ്ങനെ പല ഓപ്ഷൻസ് ഭഗവാൻ തന്നു. അത് പറഞ്ഞു അതിനെക്കുറിച്ചിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻസ് എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതൊരു ഡിസെൻഡിങ് ഓർഡറിൽ പ്രോഗ്രഷൻ ആണ്. അതായത് ഒരു ഡിവോഷനിലുള്ള പ്രോഗ്രഷൻ ആണ് ഭഗവാൻ അവിടെ നമുക്ക് പറഞ്ഞു തന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ശ്രുതി മാതാജി. ആ പോയിന്റ് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ പോയിന്റുകളൊന്നും ഇല്ല എങ്കിൽ ലെറ്റ്സ് ഗോ ടു ടുഡേസ് ടോപ്പിക്. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് ഷോ ദ സ്ലൈഡ് ആൻഡ് ദെൻ വിൽ ഗോ ടു ദാറ്റ്. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഗോഡ് എന്ന് ഗോഡ് ഹെഡ്, അതായത് GOD, ഗോഡ് ഹെഡ്, ഓപ്ഷൻസ്, ഡിവോട്ടീസ്, ഡിസ്പോസിഷൻസ്. അതിനുശേഷം ഭക്തന്മാരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച്, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് ഒരു ഭക്തൻ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നേടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ താങ്ക് യു സോ മച്ച്. അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയമായി നന്ദി രേഖപ്പെടുത്തുന്നു. നൗ ടുഡേസ് ടോപ്പിക് ഈസ് 13th ചാപ്റ്റർ. സോ 13ാമത്തെ അധ്യായത്തില് അതിലേക്ക് നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ആദ്യം അർജുനൻ 6 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതിൽ 6 വിഷയങ്ങളെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തു തരാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. അതാണ് അർജുനന്റെ 6 ചോദ്യങ്ങൾ ആണ് ഒന്നാമത്തെ ശ്ലോകം. 2 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ക്ഷേത്രവും ക്ഷേത്രജ്ഞയും ജ്ഞാനത്തെ കുറിച്ചിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നു. ക്ഷേത്രജ്ഞ, ജ്ഞാനം എന്ന് പറയുന്നത്. സോ അതിനു മുമ്പ് ഈ 13ാമത്തെ അധ്യായത്തിന്റെ പേര് എന്ന് പറയുന്നത് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ഷേത്രജ്ഞ ആൻഡ് ജ്ഞാനം എന്നതിനെ കുറിച്ചിട്ട് ഭഗവാൻ 2 മുതൽ 7 വരെ ശ്ലോകങ്ങളിൽ പറയുകയാണ്. അതായത് സിമ്പിൾ പറയുകയാണെങ്കിൽ വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ കുറച്ച് ലോങ് ആയിട്ടുള്ള കാര്യമാണ്. വൈസസ്റ്റ്, WISEST എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അക്രോണിം. സോ ഇതിൽ പറയാൻ പോകുന്നത്, അതിൽ ഒന്നാമത്തെ W സ്റ്റാൻഡ്സ് ഫോർ വൈസ് ക്വസ്റ്റ്യൻസ്. അതായത് അർജുൻ ചോദിക്കുന്ന വളരെ ബുദ്ധിപരമായ ചോദ്യമാണ് 13ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെ. ആ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം കൂടി ചേരുകയാണ് 7 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8 മുതൽ 12 വരെയുള്ളതിൽ ജ്ഞാനം എന്നുള്ളതിന്റെ പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ്, ജ്ഞാനം നേടുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ട് അവിടെ പറയുന്നു. 13 മുതൽ 19 വരെയുള്ളത് എന്തിനെ കുറിച്ചാണ് അറിയേണ്ടത്, അതായത് ഒബ്ജക്റ്റ് ഓഫ് നോളജ്. നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് വിഷയത്തെ കുറിച്ചാണ് അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്, അതാണ് ജ്ഞേയം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് 13 മുതൽ 16 വരെ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നു. 20 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രകൃതിയും പുരുഷനും അത് തമ്മിലുള്ള സംയോജനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. 27 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞാനചക്ഷു, ശാസ്ത്രങ്ങളിൽ കൂടി എങ്ങനെ നമുക്ക് ഒരു വിവരണത്തെ നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ കാണണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് ലാസ്റ്റത്തെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് വൈസസ്റ്റ് എന്നാണ്. WISEST എന്ന അക്രോണിമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. വൈസ് ക്വസ്റ്റ്യൻസ്, ഐറ്റംസ് ഓഫ് നോളജ്, സോൾ ആൻഡ് സൂപ്പർ സോൾ, എൻജോയർ, സീക്കർ ടു സീയർ, ട്രാൻസെൻഡന്റൽ. സോ ഈ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സാധാരണ നമ്മൾ 3-4 വിഷയങ്ങളാണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അധ്യായമാണ്. 35 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെങ്കിലും ഇതിൽ ഇത്രയും വിഷയങ്ങളെ കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിത് കണ്ടുപോകാം, എന്താണ് നമുക്കിത് മനസ്സിലാക്കാനുള്ളത്. സോ ഒന്നാമത്തേത് ഡെഫിനറ്റ്ലി എന്ന് പറയുന്ന ചാപ്റ്റർ 13. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് വൈസ് ക്വസ്റ്റ്യൻസ്. ഉചിതമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ ചോദ്യങ്ങൾ അർജുനൻ ചോദിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്താണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ചാപ്റ്റർ 1 to 6 നമ്മൾ നോക്കുകയാണെങ്കിൽ
ഹൗ ടു അച്ചീവ് ഭക്തി ത്രൂ വൺസ് വർക്ക്, അതായത് കർമ്മയോഗത്തിനെ കുറിച്ചിട്ടാണ് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഹൗ ടു അച്ചീവ് ഭക്തി ത്രൂ നോളജ്, അതായത് ജ്ഞാനയോഗം. 7 മുതൽ 12 വരെയുള്ള ചാപ്റ്റർ നമ്മൾ ഇന്നലെ വരെ കൊണ്ട് തീർന്ന അതിൽ ഡിസ്കസ് ചെയ്ത് ഭക്തിയോഗം. സോ ഇതിൽ 3-ൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭക്തിയോഗമാണ് എന്ന് നമ്മൾ ഇന്നലെ കാണുകയും ഉണ്ടായി. അത് ഭഗവാൻ തന്നെ സ്വയം കൺഫേം ചെയ്യുകയും ചെയ്താണ് നമ്മൾ കണ്ടു. സോ 1 മുതൽ 6 വരെ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു, 7 മുതൽ 12 വരെ ഭക്തിയോഗത്തെ കുറിച്ചു. അതിനുശേഷമാണ് 13 മുതൽ 18 വരെ ഈ ജ്ഞാനയോഗത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉദിക്കാം, ഭക്തിയോഗം ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ ഭക്തിയോഗം ലാസ്റ്റിലല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ ഭക്തിയോഗത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതിന് ശേഷം പിന്നീട് എന്തിനാണ് ജ്ഞാനയോഗം ലെസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നീട് വീണ്ടും കൊണ്ടുവരുന്നത്? അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു കാര്യം വരാൻ കാരണം. If bhakti is ultimate, then why jnana is prescribed after the section on bhakti? In text 12.7, Lord Krishna promised to save his devotees from samsara of death. Chapter 13 to 18 fulfill this promise by supplying philosophical knowledge required to remove oneself from the material entanglement. 12-ാമത്തെ അധ്യായത്തില്, അതായത് ഭക്തി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഭക്തി അതിനുശേഷം എന്ന് പറയുന്നത് ജ്ഞാനയോഗത്തെ കുറിച്ച് പിന്നീട് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത് ശ്ലോകത്തിൽ ഭഗവാൻ ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് പ്രോമിസ് ടു സേവ് ഹിസ് ഡിവോട്ടീസ് ഫ്രം സംസാര ഓഫ് ഡെത്ത്, അതായത് ഈ മരണം എന്ന് പറയുന്ന ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കാം എന്ന് ഭഗവാൻ ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം അതല്ലെങ്കിൽ അതിനുള്ള മാർഗമാണ് 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ്? ബൈ സപ്ലൈയിങ് ഫിലോസഫിക്കൽ നോളജ് റിക്വയർഡ് ടു റിമൂവ് വൺസെൽഫ് ഫ്രം മെറ്റീരിയൽ എൻടാങ്കിൾമെന്റ്. ഈ ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള മാർഗം, അതിനാവശ്യമുള്ള ജ്ഞാനം ഭഗവാൻ ഈ 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുക്കുകയാണ്. ഇൻ ദ അതർ സെൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, മറ്റൊരു വാക്കുകളിൽ കൂടി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, കർമ്മയോഗവും ജ്ഞാനയോഗവും നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഭക്തിയുടെ സേവനം നടത്തുന്നതിൽ എങ്ങനെ സഹായകമാകുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ if jnana is utilized to attain devotion, it becomes part of bhakti. Without the touch of bhakti, both karma and jnana are useless. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു രീതിയിൽ ഭഗവാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഭക്തി യോഗ is kept in the middle of Bhagavad Gita, where it can remain in contact with both karma and jnana and thus lend them value. So കർമ്മവും ജ്ഞാനവും എന്ന് പറയുന്ന 2 കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഭക്തിയോട് കൂടി ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർമ്മയോഗം ജ്ഞാനയോഗം എന്ന് തന്നെ പറയാൻ കാരണം യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനുമായി ചേർന്ന് ഇരിക്കുന്നതിനുള്ള മാർഗത്തെയാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സിനെയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ കൂടെ ഭക്തി കൂടെ ചേരുമ്പോൾ മാത്രമാണ് അത് കർമ്മയോഗമാകുന്നത്. അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ കൂടെ യോഗ എന്നുകൂടെ ചേരുന്ന അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ചേരുന്നതിനുള്ള മാർഗമായി മാറുമ്പോൾ മാത്രമാണ് ജ്ഞാനം എന്നത് ജ്ഞാനയോഗമാകുന്നത്. ഇതുകൊണ്ടാണ് ഭക്തി എന്ന് പറയുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഭക്തിയോഗം എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഇവിടെ ജ്ഞാനയോഗത്തിനെ കുറിച്ച് പറയുന്നത്. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ ടുഡേസ് ചാപ്റ്റർ. അധ്യായം 13, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ എന്ന 13-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച മമേവച ഏതദ് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അപ്പൊ 6 ചോദ്യങ്ങളാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. പ്രകൃതി, പുരുഷം, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം. നിങ്ങളുടെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് പ്രകൃതി? അർജുന ആസ്ക് 6 questions about the following subject matters. എന്താണ് പ്രകൃതി? പ്രകൃതി എന്ന് പറഞ്ഞാൽ
ഈ ഭൗതിക പ്രപഞ്ചത്തിനെയാണ് പ്രകൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, പുരുഷൻ ആരാണ്? ദ എൻജോയർ ഓഫ് മാറ്റർ. ഇത് എന്ന് പറഞ്ഞാൽ ആരാണത്? ക്ഷേത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് ഇൻ വിച്ച് വൺ ക്യാൻ ആക്ട് വിത്തിൻ ദ മെറ്റീരിയൽ വേൾഡ്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തനം ആയിട്ട് അല്ലെങ്കിൽ ക്ഷേത്ര ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പ്രവർത്തന മേഖല എന്ന് പറയാം. പ്രവർത്തന മേഖല എന്നത് ക്ഷേത്ര എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നവൻ ആര്, അല്ലെങ്കിൽ ദ നോവർ ഓഫ് ദ ഫീൽഡ്. ജ്ഞാനം അല്ലെങ്കിൽ നോളജ് ആൻഡ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ്, അതിനെക്കുറിച്ച് പറയുന്ന ശ്ലോകങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് ജ്ഞേയം അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ഓഫ് നോളജ്. എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? സോ പ്രകൃതി, പുരുഷ, ക്ഷേത്ര, ക്ഷേത്രജ്ഞ, ജ്ഞാനം, ജ്ഞേയം എന്ന് പറയുന്ന ഈ 6 കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു തരാനാണ് ഭഗവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ കുറച്ച് വലിയ അക്രോണിം ആകേണ്ടി വന്നത്. സോ വൈസസ് WISEST എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന 6 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ ഭൗതിക പ്രകൃതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെ കൊണ്ടാണോ ആസ്വദിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ആസ്വദിക്കേണ്ടത്, അതാണ് പ്രകൃതി. പുരുഷ എന്ന് പറയുന്നാൽ ഈ പ്രകൃതി കൊണ്ട് ആർക്കാണോ ആനന്ദം അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരാണോ ആനന്ദം അനുഭവിക്കേണ്ടത് അവനാണ് പുരുഷൻ. ക്ഷേത്ര എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനെ അല്ലെങ്കിൽ എവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖല എന്ത്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ച് കുട്ടികൾ കളിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു വിചാരിക്കുക. കളിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ അവര് ഈ സീസോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈഡ്, പിന്നെ വലിഞ്ഞ് കയറിയിട്ടും തിരിച്ചിറങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള സ്ഥലത്ത് അവര് സ്പെസിഫിക്കലി അങ്ങനെയുള്ള ഏരിയയിൽ താഴെ കുറെ മണ്ണായിരിക്കും വിരിക്കുന്നത്. പൂഴി മണ്ണ് പോലുള്ളത് അങ്ങനെ വിരിച്ചെടുക്കും. കാരണം അവർക്ക് താഴെ വീണ് കഴിഞ്ഞാലും ഒന്നും ഡേഞ്ചർ ഉണ്ടാകരുത്, സ്ലൈഡ് ചെയ്ത് നേരെ താഴോട്ടൊന്ന് ഇരിക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് പൂഴി മണ്ണായിരിക്കും അവിടെ ഇടാറുള്ളത്. സോ കുട്ടികൾ 3-4 മണിക്കൂർ അവിടെ വിട്ട് കഴിഞ്ഞാൽ അവരവിടെ കളിച്ച് രസിച്ച് നിന്നോളും. അത്രയും സമയം അവരുടെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ മണ്ണിട്ടിരിക്കുന്ന പ്രദേശമാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കും ഒരു ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ക്ഷേത്ര എന്നുള്ളത്. ക്ഷേത്രജ്ഞ ആ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അറിയുന്നവൻ ആരാണ്? പിന്നീട് ജ്ഞാനം എന്താണ്? ജ്ഞാനം നേടുന്നതിനുള്ള മാർഗം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? പിന്നെ ഇതൊക്കെ പറയുന്നെങ്കിൽ ജ്ഞാനമൊക്കെ പറയുന്നെങ്കിലും എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? ഇഫ് യു ഡോണ്ട് നോ, ഇപ്പോൾ ഒരാള് സയൻസ് പഠിക്കുന്നു, അല്ലെങ്കിൽ ചില കെമിസ്ട്രി പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു, അല്ലെങ്കിൽ നീറ്റിന് പഠിക്കുന്നു, അല്ലെങ്കിൽ JEEക്ക് പഠിക്കുന്നു. ഓരോന്നിനും പഠിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നൊരു അറിവ് നമുക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൽ അർത്ഥമില്ല. സോ അപ്പം ആ ജ്ഞേയം, ദ ഒബ്ജക്റ്റ് ഓഫ് നോളജ്, എന്താണ് നമ്മൾ അറിയാൻ പോകുന്നത്? സോ ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ 6 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു. എന്താണ് ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്? അർജുന ഇൻക്വയർസ് അബൌട്ട് മാറ്റർ, സ്പിരിറ്റ് ആൻഡ് നോളജ്. മാറ്റർ എന്ന് പറയുന്നത് പ്രകൃതിയും ക്ഷേത്രയും എന്ന് പറയുന്ന ഈ 2 കാറ്റഗറി വരും. അതായത് ഇതിലേക്ക് പോവുകയാണെങ്കിൽ പ്രകൃതിയും ക്ഷേത്രയും, ഇത് രണ്ടും നമുക്ക് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നു. എന്ത്? മാറ്റർ. സോ നൗ മാറ്റർ എന്ന് പറയുന്നത് അതാണ് ഈ അധ്യായത്തില് പ്രകൃതി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. പ്രകൃതിയും പുരുഷനും ക്ഷേത്രജ്ഞൻ എന്ന 3 പേരാണ് ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ഈ 3 കാര്യങ്ങളില് മാറ്റർ എന്ന് പറയുന്നത് പ്രകൃതി, അത് പ്രകൃതിയും ക്ഷേത്രവും വരുന്നു. ഇനി അടുത്ത സ്പിരിറ്റ്, പുരുഷ, ക്ഷേത്രജ്ഞ. പുരുഷ, ക്ഷേത്രജ്ഞ, അതാണ് പുരുഷൻ എന്ന 2ാമത്തെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ പോവുകയാണെങ്കിൽ പുരുഷ, ക്ഷേത്രജ്ഞ, ഇത് രണ്ടും
ആ പുരുഷ എന്ന ഭാഗത്തിൽ വരുന്നു. അടുത്ത ജ്ഞാനവും ജ്ഞേയവും എന്ന് പറയുന്നതാണ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ. ക്ഷേത്ര അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ജ്ഞാന ജ്ഞേയ എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതിലേക്ക് വരുന്നു. സോ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. സോ നൗ എന്താണ് അടുത്തത് പറയുന്നത്? ക്ഷേത്ര എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്. ക്ഷേത്ര ആൻഡ് ക്ഷേത്രജ്ഞ ഡിസ്ക്രൈബ്ഡ് ഇൻ 13 chapter 2 to 7. ക്ഷേത്രവും ക്ഷേത്രജ്ഞനെയും കുറിച്ചിട്ട് 2 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിലാണ് പറയുന്നത്. ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്, ക്ഷേത്ര ഈസ് ദ ബോഡി, ആൻഡ് നോവർ ഓഫ് ഫീൽഡ് ഈസ് ക്ഷേത്രജ്ഞ ഈസ് ദ സോൾ. ഓൾസോ സെക്കൻഡ് ക്ഷേത്രജ്ഞ ഈസ് സൂപ്പർ സോൾ. അതായത് പുരുഷൻ എന്ന് പറയുമ്പോൾ, പുരുഷൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ഉണ്ട്. ഒന്ന് എന്താ പറയാ, മിനി അല്ലെങ്കിൽ ചെറിയ പുരുഷനും വലിയ പുരുഷനും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നോവർ ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്ന അത് ആത്മാവാണ്. സെക്കൻഡ് ക്ഷേത്രജ്ഞ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നോവർ ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞ തന്നെ. ക്ഷേത്രജ്ഞ എന്ന് പറയുന്നത് സോള്, സെക്കൻഡ് ക്ഷേത്രജ്ഞ എന്ന് പറയുന്നത് സൂപ്പർ സോളാണ്. അതായത് ആത്മാവും പരമാത്മാവും ആണ്. അത് ഭഗവാൻ സ്വയം ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ക്ഷേത്രജ്ഞ എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ട് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ആത്മാവും ഭഗവാന്റെ അംശമായതുകൊണ്ട്, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അങ്ങനെ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളിൽ എല്ലാവർക്കും ഒരു പുരുഷന്റെ മനോഭാവമുണ്ട്. പുരുഷന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ ചിലർക്ക് പറയാം, ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരുഷനാണ്. അതായത് ഭൗതികപരമായി നോക്കുമ്പോൾ ഞാനൊരു പുരുഷനാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന മറ്റ് പല മാതാജിമാരുണ്ട്. അവരെല്ലാം ഞങ്ങളെങ്ങനെ പുരുഷനാകുന്നത്? നിങ്ങൾക്ക് ദുരുഷ തോന്നലുണ്ടാവാം. ഞങ്ങൾ പുരുഷനല്ല, ഞങ്ങൾ സ്ത്രീയല്ലേ. അതുപോലെ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ അവരിലും കൊച്ചുകുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട്. സോ ആൺകുട്ടികൾ പുരുഷനും അല്ലെങ്കിൽ പെൺകുട്ടികൾ സ്ത്രീകളുമാണ്. സോ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കാരണം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും നമ്മളിൽ എല്ലാവരിലും നമ്മളാണ് ഒരു നാഥൻ അല്ലെങ്കിൽ ഒരു പ്രൊപ്രൈറ്റർ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം വലുത് ഞാനാണ്, എനിക്ക് എൻജോയ് ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്നൊരു തോന്നൽ നമ്മളിൽ എല്ലാവരിലും. അത് എന്താന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടിലെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, വീട്ടിലെ പുരുഷൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഓഫീസിൽ വെച്ച് ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരാണ് വലിയ ആള്, നിങ്ങൾ ഏറ്റവും ഇതായിട്ട്? തീർച്ചയായിട്ടും ഞാനല്ലേ ജോലി ചെയ്ത് പൈസ എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നതാണ് ആ വീട്ടിൽ ഏറ്റവും ആദ്യം കേൾക്കുന്നത്. എല്ലാവരും എൻ്റെ കീഴിലാണ്, ഞാനാണ് പറയുന്നതാണ് കേൾക്കുന്നതെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറയും. എന്നാൽ വീട്ടിൽ നിന്ന് സ്ത്രീ എവിടെയെങ്കിലും പോയി കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ കൂട്ടുകാരികൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആര് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത്. ഭർത്താവ്, എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് ശമ്പളം കിട്ടുമ്പം ആ കവർ എൻ്റെ കയ്യിലാണ് കൊണ്ട് തരുന്നത്. എന്നിട്ട് ഞാനാണ് ആവശ്യത്തിന് പൈസ എടുത്ത് ചെലവാക്കുന്നത്. ഭർത്താവ് പോലും ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത് എന്ന് ആ സ്ത്രീ പറയും. കാരണം ഞാനാണ് ക്വീൻ, ഞാനാണ് ആ വീട്ടിലെ രാജ്ഞി. സോ ഷീ ക്ലെയിംസ് ഐ ആം ദ കൺട്രോളർ. ആ വീട്ടിലെ ഒരു കുട്ടിയോട് സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ വിളിച്ചു ചോദിക്കുകയാണ്, മോനെ അല്ലെങ്കിൽ മോളെ, നിങ്ങളുടെ വീട്ടിൽ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? എല്ലാവരും കേൾക്കുന്നത് ആണ് ചോദിക്കുമ്പോൾ പറയും, ടീച്ചറെ ഓഫ്കോഴ്സ് ഞാൻ പറയുന്നതാണ് കേൾക്കുന്നത്. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കാര്യം നോക്കാനായിട്ട് ഓടി വരും. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കൈയും കാലും ഇട്ടിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് അത് കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി വരും, എന്ത് വേണം ചോദിച്ചിട്ട് അവസാനം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അവരെനിക്ക് തരും. സോ 3 തരത്തിൽ പറഞ്ഞാലും ഈ 3 പേരും പറയുന്നത് ഞാനാണ് വീട്ടിലെ കൺട്രോളർ എന്നാണ്. ഈ തോന്നൽ നമുക്ക് വരാൻ കാരണം വി ആർ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ, ഭഗവാന്റെ അംശമായതുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഛോട്ട ക്ഷേത്രജ്ഞ അല്ലെങ്കിൽ വി ആർ ദ സ്മോൾ ക്ഷേത്രജ്ഞ എന്നുകൊണ്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ ഒറിജിനലി ഭഗവാൻ ഈസ് ദ പുരുഷ. സോ അങ്ങനെ
വ്യാസദേവന്റെ ഈ വേദാന്ത സൂത്ര അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇതിൽ കൂടി ഇവിടെ ഭഗവാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാൽ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ക്ഷേത്ര കൺസിസ്റ്റ് ഓഫ് ഗ്രോസ് ആൻഡ് സറ്റിൽ എലമെന്റ്സ്, സെൻസ് ആൻഡ് സെൻസ് ഓബ്ജെക്ട്സ്. ഇതാണ് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പം അടുത്ത ലെവലിലേക്ക്, അടുത്ത കാര്യങ്ങൾക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദ സോൾ ഈസ് കവേർഡ് ബൈ ഗ്രോസ് ആൻഡ് സറ്റിൽ കവറിങ്സ്. അതാണ് ഇവിടെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് ക്ഷേത്ര. ക്ഷേത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ 3 കവറിങ് വരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയാ, ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് ബോഡിയാണ്. നമ്മൾ ഈ ശരീരം എന്തൊക്കെ ഈ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഗ്രോസ് ബോഡിയാണ് മുകളിലുള്ളത്. അതിനകത്തുള്ളതാണ് നമ്മുടെ സറ്റിൽ ബോഡി, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് കാണുന്ന ഈ ചെറിയ ഇതാണ് സോൾ എന്ന് പറയുന്നത്, എറ്റേണൽ നോളജ് ആൻഡ് ബ്ലിസ്, സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുന്ന. അങ്ങനെ ഇത് 3 കൂടി കൂടുന്നതാണ് നമ്മളിപ്പോ ഈ പറയുന്ന ഇവിടെ സംസാരിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഗ്രോസ് ബോഡിയും സറ്റിൽ ബോഡിയും പിന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി ഇതെല്ലാം കൂടെ കൂടുന്നതും സെൻസും സെൻസ് ഒബ്ജക്റ്റും ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ക്ഷേത്ര എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ പറയുന്നു. സോ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദിസ് ഫീൽഡ് കോസസ് ഹാപ്പിനെസ്, ഡിസ്ട്രസ് ഓർ ഡിസയർ ആൻഡ് ഹൈട്രേറ്റ്. സോ ഈ പറയുന്ന ഫീലിങ്സുകൾ നമുക്കുണ്ടാകുന്നത് ഈ പറയുന്ന ക്ഷേത്ര എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് എന്നാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നമുക്ക് തുടങ്ങുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാദി ഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. സോ ക്ഷേത്ര എന്ന് പറയുന്നത് ഈ ശരീരത്തിനെയാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമത്രേ. സോ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്നിവിടെ ക്ഷേത്രജ്ഞനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പക്ഷേ 3-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ അവിടെ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഹേ ഭാരതവംശ, സർവ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. സർവ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എന്റെ അഭിപ്രായം. സോ ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നു ക്ഷേത്രജ്ഞ ഈസ് ദ സോൾ, ക്ഷേത്ര ഈസ് ദ ബോഡി, ക്ഷേത്രജ്ഞ ഈസ് ദ സോൾ, ക്ഷേത്രജ്ഞ ഈസ് ഓൾസോ കൃഷ്ണ ഓൾസോ. സോ ജ്ഞാനം ഈസ് പെർഫെക്റ്റ് നോളജ് ഓഫ് ദ മെറ്റീരിയൽ ബോഡി ആൻഡ് ഇറ്റ്സ് നോയേഴ്സ്. സോ ഇതാണ് ജ്ഞാനം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് 2-ലും 3-ലും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ്. സോ പറയുന്ന റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതുവരെയുള്ളത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആയിട്ട് വരികയാണ്. നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് പറയുക, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. എവരിബഡി ഈസ് ക്ലിയർ? ഹരേ കൃഷ്ണ പ്രഭു. സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഭഗവാൻ ക്ഷേത്രജ്ഞനാവാൻ പറയാൻ കാരണം അത് മനസ്സിലായില്ലേ പ്രഭു? അതായത് ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്ന 2 ജീവാത്മാവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കൂടെ ഒന്നുകൂടി മനസ്സിലാകും. പക്ഷേ എങ്കിലും അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിലിരിക്കുന്ന ഭഗവാന്റെ അംശം. സോ ആ ജീവാത്മാവിന് ആ ശരീരത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, ആ ശരീരത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അതേ ജീവാത്മാവിന്റെ കൂടെ തന്നെ അതേ ശരീരത്തിൽ കുടികൊള്ളുന്നതാണ് പരമാത്മാവ്. സോ പരമാത്മാവിന് ഈ ഇരിക്കുന്ന ഈ ശരീരത്തെക്കുറിച്ചും നിങ്ങളിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചിട്ടുമുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടാവും. സോ അതാണ് ഇത് നമ്മളുടെ വ്യത്യാസം. എന്നാൽ
രണ്ട് ആത്മാക്കൾക്കും ഈ ശരീരത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്. അതാണ് ക്ഷേത്രജ്ഞ, ദ നോവർ ഓഫ് ദ ക്ഷേത്ര, അല്ലെങ്കിൽ ക്ഷേത്രത്തെ കുറിച്ചുള്ള അറിവ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ക്ഷേത്രജ്ഞ എന്ന് പറയുന്നത് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അറിവ്, ശരീരത്തിനെ കുറിച്ചുള്ള അറിവ്. ശരീരത്തിനെ കുറിച്ചുള്ള അറിവ് ആർക്കൊക്കെ ഉണ്ട്? രണ്ടു പേർക്കുണ്ട്. അത് ജീവാത്മാവിനും പരമാത്മാവിനും. അതാണ് ഇതിന്റെ സ്പഷ്ടമായ ക്ലിയറിഫിക്കേഷൻ. ക്ലിയർ ആണോ മാതാജി? ക്ലിയർ ആയി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു. കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഡീഷണൽ എന്തെങ്കിലും കൺഫർമേഷനോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺ അല്ലെങ്കിൽ ഈ കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി പറഞ്ഞട്ടെ. ഈ ആത്മസ്വരൂപം അല്ലേ നമ്മുടെ ശരീരം? അപ്പം ശരീരം തന്നെ ഒരു ആത്മാവിന്റെ ഒരു വകഭേദം അല്ലേ? ആത്മസ്വരൂപം ശരീരമാണ് എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? എവിടോ വായിച്ചായിരുന്നു. അത് ആത്മസ്വരൂപം. തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. മാതിയോട് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വരൂപ സിദ്ധി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന തിരിച്ചറിവാണ് സ്വരൂപസിദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മതി ഉപയോഗിച്ച വാക്ക് ഏതാണ്? ആത്മസ്വരൂപം. ആത്മസ്വരൂപം എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ് എന്ന ഐഡന്റിഫിക്കേഷൻ ആണ്. ആ തിരിച്ചറിവിനാണ് ആത്മസ്വരൂപം അല്ലെങ്കിൽ അതിന് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. സോ ശരീരം ഒരിക്കലും നമ്മൾ എന്താ പറയാ ആത്മസ്വരൂപമല്ല. സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണ് എന്ന അറിവിനെയാണ്. സ്വരൂപം, നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണ്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് നശിക്കുന്നതാണ്. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാൻ പാടുള്ളതല്ലല്ലോ. സ്ഥിരമായി നിൽക്കുന്നത് എന്തിനെയാണോ അതാണ് നമ്മുടെ സ്വരൂപം. ആ സ്ഥിരമായി നിൽക്കുന്നതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനെയാണ് നമ്മുടെ സ്വരൂപസിദ്ധി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മസ്വരൂപം എന്ന് പറയുന്നത് അതിനെയാണ്. സോ ആത്മസ്വരൂപം എന്ന് പറയുന്നത് ഒരിക്കലും ശരീരമല്ല. ശരീരം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി ബട്ട് ഇറ്റ് ഇസ് ടെമ്പററി. അത് യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് അതൊരിക്കലും നമ്മളുടെ ആത്മസ്വരൂപമായിരിക്കില്ല. ആത്മസ്വരൂപം എന്ന് പറയുന്നത് ആത്മാവാണ് എന്ന തിരിച്ചറിയലിനെയാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ക്ലിയർ ആണോ മാതാജി? ക്ലിയർ ആയി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ അത് അങ്ങനെ എവിടെയും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി വരുന്ന ജ്ഞാനമാണ് യഥാർത്ഥമായിട്ടുള്ളത്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിൽ നമുക്ക് ഇതുപോലെ തീർച്ചയായിട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഇടയ്ക്ക് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പിന്നെ ഇടയ്ക്ക് പിന്നെ മറ്റു വിഷയം വന്നപ്പോൾ അത് വിട്ടുപോയതാണ്. കേരളത്തിലുള്ള ഒരു പ്രമുഖ പണ്ഡിതൻ, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദാറ്റ് പേഴ്സൺ, പക്ഷെ ഒരു പ്രമുഖ പണ്ഡിതൻ താൻ ഭഗവത്ഗീതയിൽ മുഴുവൻ ജ്ഞാനിയാണ് എന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന ഒരു പ്രഭാഷകനാണ്. അദ്ദേഹം അടുത്തിടെ ഒരു വീഡിയോ ഇറക്കി ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങളാരും കേൾക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല ഏതൊക്കെയാണ് 2 ശ്ലോകങ്ങൾ. എന്നിട്ട് അതിൽ ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഇതാണ്: ഭഗവാൻ കൃഷ്ണനെ പൂജിക്കേണ്ട, കൃഷ്ണന് വിഗ്രഹം ഇല്ല. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല പൂജിക്കേണ്ടത്, അവ്യക്തിഗത രൂപത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് അദ്ദേഹം 2-ാമത്തെ ശ്ലോകം അങ്ങനെയുള്ള ഒരു ശ്ലോകത്തിലാണ് അതെടുത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ അതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ 12-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ അതിൽ വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് എന്നെ വ്യക്തിഗത രൂപത്തിൽ പൂജിക്കുന്നതാണ്. അതുപോലെ 11-ാമത്തെ അധ്യായത്തിലും അത് തന്നെ പറയുന്നുണ്ട്, എന്നെ വ്യക്തിഗത രൂപത്തിൽ പൂജിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ജ്ഞാനവും കർമ്മയോഗവും അല്ലെങ്കിൽ ബ്രഹ്മവാദിയും ഇതൊന്നുമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭക്തനെയാണ് എന്ന് ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാന്റെ ആ രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ മൂർത്തി പൂജയും അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്ന, ഭഗവാനിലേക്ക് ശരണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവാന്റെ ഭക്തൻ. അങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഭഗവാൻ സ്പഷ്ടമായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആ വ്യക്തി പറയുന്നു ഭഗവാനെ അവ്യക്തിഗത രൂപത്തിലാണ് പൂജിക്കേണ്ടത് എന്ന്. സോ ഇത് ഇന്ന് ഈ കലിയുഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ധാരാളം ഇതുപോലെ എന്താ പറയാ തെറ്റായ ഇൻഫോർമേഷൻസ് തന്ന് നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ വരുന്ന
ഈ ഒരു പരമജ്ഞാനം നമുക്ക് വേറെ എങ്ങും ലഭിക്കുകയില്ല. അത് ആചാര്യ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി വരുന്ന ആ ഒരു നോളജാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് സ്പഷ്ടമാക്കാൻ സാധിക്കുന്നു. സോ വിൽ കണ്ടിന്യൂ നൗ. വേറെ ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സോ അപ്പൊ നമ്മൾ മൂന്നാമത്തെ ശ്ലോകം കഴിഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് നമുക്ക് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ ക്ഷേത്രവും ക്ഷേത്രജ്ഞയും ഇവർ രണ്ടുപേരും കൂടെ കൊള്ളുന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള കഷ്ടതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് അന്നമയ സ്റ്റേജ്, നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന സ്റ്റേജാണ് അന്നമയ, പ്രാണമയ, ജ്ഞാനമയ, വിജ്ഞാനമയ, ആനന്ദമയ എന്ന് പറയുന്ന 6 സ്റ്റേജുകളിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അന്നമയ എന്ന് പറയുന്നത്? ഫുഡ് ഈസ് സുപ്രീം ഒബ്ജക്റ്റ്. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ കുട്ടിക്ക് കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രാണമയ എന്ന് പറഞ്ഞാൽ സീക്സ് ടു പ്രിസർവ് ഹിസ് ലൈഫ്. ജ്ഞാനമയ എന്ന് പറഞ്ഞാൽ വൺ അപ്രീഷിയേറ്റ്സ് ദ സറ്റിൽ ഇന്ററാക്ഷൻസ് ഓഫ് മൈൻഡ്, ഇന്റലിജൻസ്, ഇമോഷൻസ്, എത്തിക്സ്, അസ്തെറ്റിക്സ് എക്സെട്ര ആൻഡ് അറ്റ് അൾട്ടിമേറ്റ്. അതായത് അവരുടെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ചിന്തിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഭാവങ്ങളെക്കൊക്കെ കുറെ പ്രാമുഖ്യം നൽകുന്ന ഒരു സ്റ്റേജ്. വിജ്ഞാനമയ എന്ന് പറയുന്നത് സോൾ ഓർ ബ്രഹ്മൺ ഈസ് അൾട്ടിമേറ്റ് ഒബ്ജക്ട്. ആനന്ദമയ എന്ന് പറയുന്നത് വൺ റിയലൈസസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹിസ് സെൽഫ് ആൻഡ് സുപ്രീം സെൽഫ്. അതാണ് ആനന്ദമയ സ്റ്റേജ് എന്ന് പറയുന്നത്. സാധാരണ ഭൗതികതയിലുള്ള ആൾക്കാര് ഈ 2 സ്റ്റേജുകളിൽ കിടക്കും, അല്ലെങ്കിൽ മാക്സിമം ഇതിലോട്ടൂടെ പോയേക്കാം. അല്ലെങ്കിൽ ഈ ജ്ഞാനമയ എന്ന് പറയുന്നത് ഈ 3 സ്റ്റേജുകളിലാണ് സാധാരണ ഒരു വ്യക്തികൾ പോകുന്നത്. അതിന് മുകളിലേക്ക് വിജ്ഞാനമയത്തിലേക്കും ആനന്ദമയത്തിലേക്കും പോകുന്നത് ഒരു ആധ്യാത്മികപരമായ താല്പര്യമുള്ളവർ മാത്രമാണ്. അതിലും ആൾക്കാർ കൂടുതൽ വിജ്ഞാനമയത്തിൽ നിന്ന് ബ്രഹ്മണാണ് എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ ബ്രഹ്മണാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ നിന്ന് ജീവിതം പാഴാക്കി കളയുകയാണ്. എന്നാൽ ആനന്ദമയ സ്റ്റേജിലേക്ക് വരുന്നത് ഒരു ഭക്തനാണ്. ആ ഭക്തന് മാത്രമേ ഭഗവാന്റെ ആ വ്യക്തിഗത രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കും. താനും പരമാത്മാവും അല്ലെങ്കിൽ ഭഗവാൻ പരംപുരുഷോത്തമൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ഭഗവാനെ പൂജിക്കുന്നത് ആ ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. സാധാരണ വ്യക്തികൾ മാക്സിമം വരുന്നത് ഈ ജ്ഞാനമയ, അന്നമയ, പ്രാണമയ, ജ്ഞാനമയ എന്ന സ്റ്റേജ് വരെ വരും. വിജ്ഞാനമയ, ആനന്ദമയ എന്ന സ്റ്റേജിലേക്ക് അടുത്തൊരാള് പോകുന്നത് വേണമെങ്കിൽ അത് ആധ്യാത്മികമായ പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഇനിയും അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, നമ്മളിപ്പോ അതിനെക്കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി 6ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ 24 എലമെന്റ്സിനെ കുറിച്ചിട്ട്, എന്താണ് ക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ കാണുന്ന 24 ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പറയുന്നത്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ. 7ാമത്തെ ശ്ലോകങ്ങൾ നോക്കാം. ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതച്ഛേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സ വികാരം ഉദാഹൃതം. സോ ഈ 24 എലമെന്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ക്ഷേത്ര ഓർ ദ മെറ്റീരിയൽ ബോഡി. ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ഭൗതിക ശരീരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്ന ഈ 24 എലമെന്റ്സ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെയാണ് 24 എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് 5 ഗ്രേറ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന 5 പഞ്ചമഹാഭൂതങ്ങൾ. 5 നോളജ് അക്വയറിംഗ് സെൻസസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്ന 5 എണ്ണം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയങ്ങൾ. ശബ്ദം, കാലുകൾ. ശബ്ദം എന്ന് പറയുന്നത് നാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ 2 സ്ഥലത്തും വരുന്നതാണ് നാക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ വായ ഒരു 2 സ്ഥലങ്ങളിൽ വരുന്ന കർമ്മേന്ദ്രിയമായിട്ടും ജ്ഞാനേന്ദ്രിയമായിട്ടും വരുന്നതാണ്. കാരണം സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ കർമ്മേന്ദ്രിയവും ടേസ്റ്റ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നാവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ വോയിസ് എന്ന് എഴുതിയിരിക്കുന്നത്. ശബ്ദം, കാലുകൾ,
കാലുകൾ, കൈകൾ, മലദ്വാരം, ജനനേന്ദ്രിയം എന്ന് പറയുന്ന 5 വർക്കിംഗ് സെൻസസും 5 സെൻസ് ഓബ്ജക്ട്സ്, അതായത് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഓബ്ജക്റ്റ് ആണ് അതിന്റെ ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയും. മണം, സ്വാദ്, രൂപം, സ്പർശം, ശബ്ദം എന്ന് പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയുന്നു. പിന്നെ മൈൻഡ് എന്ന് പറയുന്ന 11th സെൻസ്, ഈ 10 എന്ന് പറയുന്ന 10 ഇന്ദ്രിയങ്ങൾ, അതിനുശേഷം 11ാമത്തെ ഇന്ദ്രിയമായ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രധാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മഹത്തത്വം എന്ന് പറയുന്നതാണ്. സോ ദ അഗ്രിഗേറ്റ് ഓഫ് ദീസ് 24 എലമെന്റ്സ് ഇസ് കോൾഡ് ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി, അതായത് ക്ഷേത്രം, കമ്പോസിഷൻ ഓഫ് ദ ബോഡി, യച്ഛ എന്ന് പറയുന്ന ഇവിടെ പറയുന്ന അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ 24 എലമെന്റ്സ് ആണ്. മഹാഭൂതാന്യ അഹങ്കാരോ ബുദ്ധിർ അവ്യക്തം ഏവച്ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരം. സോ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് 24 എലമെന്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അടുത്ത ശ്ലോകം നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. ഇച്ഛാദ്വേഷസ്വം എന്താണ് ഈ ഇതിന്റെ വിവർത്തനം കൂടെ വായിച്ചിട്ട് പോകാം. 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെടുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഫീലിങ്സ് നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. ചിലപ്പോൾ വിഷമിക്കും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഉത്തമ സുഹൃത്താകും, ചിലപ്പോൾ ദ്വേഷം ഉണ്ടാകും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആർത്തുല്ലസിക്കും. സോ ഈ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം, ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കടന്നിട്ടാണ് പോകുന്നത്. ഈ പറഞ്ഞ 6 ചേഞ്ചസ് ഓഫ് ലൈഫ്: ബർത്ത്, ഗ്രോത്ത്, മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ ഓഫ് ബൈ പ്രൊഡക്ട്സ്, ഡ്വിൻലിംഗ് ആൻഡ് ഡെത്ത്. അതായത് ജനനം, വളർച്ച, സ്ഥിരമായി നിൽക്കൽ, പ്രൊഡക്ഷൻ ഓഫ് ബൈ പ്രൊഡക്ട്സ്, അതായത് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പുനഃസൃഷ്ടി നടത്തുക, പിന്നെ വയസ്സാകുക, മരിക്കുക. ഈ 6 സ്റ്റേജസുകളിൽ നമ്മൾ കടന്നു പോകുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ക്ഷേത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ വി ആർ ഗോയിങ് ടു ദ ലെസൺ നമ്പർ 2. ഇന്നത്തെ 2ാമത്തെ പാഠ്യവിഷയമായ ഐറ്റംസ് ഓഫ് നോളജ്. അത് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിലാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകങ്ങളാണ്. നമുക്കത് വായിച്ചു നോക്കാം. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മാ വിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുജദർശനം അസക്തിര അനഭിഷ്വംഗ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തസ്ത്വം ഇഷ്ടാനിഷ്ടോപവത്തിഷു മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരധിർജന സംസരി അധ്യാത്മാ ജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോ അന്യഥാ. ഇവിടെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുകയാണ്. എന്താണ്? ഇതാണ് ജ്ഞാനം നേടുന്നതിനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്ന പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ്. എങ്ങനെയാണ് ജ്ഞാനം നേടുന്നത്? വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമനം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകമാതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ
നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. സോ എന്താണ് യഥാർത്ഥ ജ്ഞാനം, എന്താണ് യഥാർത്ഥ അജ്ഞാനം? അതാണ് ജ്ഞാന എന്ന് പറയുന്നത്. കൾട്ടിവേറ്റിംഗ് ദ ക്വാളിറ്റീസ് ഡിസ്ക്രൈബ്ഡ് ഇൻ 8 to 12 വേഴ്സസ്. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി അക്വയർ ചെയ്യുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. എന്താണ് വിനയം? വിനയം എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അതീന്ദ്രിയവാദിയെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് വിനയം. ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിനയം എന്ന് പറയുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച്. ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ഇതെല്ലാം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി തന്നെയാണ്. സോ എന്നാലും ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം. എന്താണ് അഹിംസ എന്ന് പറയുന്നത്? ഗർവില്ലായ്മ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരു അഹങ്കാരമില്ലാതെ. അഹിംസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ജീവിക്കും വേദന നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഒരു ജീവിക്കും വേദന കൊടുക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ സ്വയം പോലും വേദന കൊടുക്കാതെ ജീവിക്കുക എന്നൊരർത്ഥമാണ്. എന്താണ് സ്വയം പോലും വേദന കൊടുക്കാതെ ജീവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആത്മാവിന് വേദന കൊടുക്കാത്ത രീതിയിൽ ജീവിക്കണം എന്ന അർത്ഥമാണ്. വളരെ സറ്റിലായിട്ട്, വളരെ ഇന്നറായിട്ടുള്ള ഒരു മീനിങ് ആണത്. അതായത് ഭക്തിയുത സേവനത്തിൽ വരാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കരുതി നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹീസ് നോട്ട് ആൻ അഹിംസ, അല്ലെങ്കിൽ ഹീസ് എ വയലന്റ് പേഴ്സൺ. കാരണം സ്വന്തം ആത്മാവിന് ശാന്തി നൽകുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല. സ്വന്തം ആധ്യാത്മികതയുടെ പ്രാധാന്യം എത്രയുണ്ട് നമ്മൾ അറിയണം. അഹിംസ, ക്ഷമ, ലാളിത്യം വളരെ സിമ്പിൾ ആയിരിക്കണം നമ്മൾ. ഇന്നലെ നമ്മൾ ശ്രീ പ്രഭുപാദിന്റെ കാര്യം പറഞ്ഞു. അമേരിക്കയ്ക്ക് പോകേണ്ടപ്പോൾ അദ്ദേഹം ഒരു ചരക്ക് കപ്പലിൽ അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഫ്ലൈറ്റിൽ പോകും. നല്ല ആഡംബര കാറാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം ആഡംബര കാറിൽ പോകും. എന്നാൽ ഒരു സൈക്കിൾ റിക്ഷയിലാണ് പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ അദ്ദേഹം സൈക്കിൾ റിക്ഷയിൽ പോവുകയും ചെയ്യും. ദാറ്റ് വാസ് ഹിസ് ഹംബിൾനെസ്. ലാളിത്യമാണ് ജീവിതത്തിൽ. വളരെ ലളിതപരമായ കാര്യത്തിൽ ഭഗവാന് വേണ്ടി എന്തും നമ്മൾ കൊടുക്കാം. ഭഗവാന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ സ്വയമേ നമ്മൾ വളരെ ഏറ്റവും ലളിതമായ രീതിയിൽ ജീവിക്കുക. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കുക. ഒരു ആത്മീയ ഗുരു നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹത്തെ കൂടാതെ നമുക്ക് ഒരിക്കലും ആധ്യാത്മികപരമായി മുന്നിലേക്ക് വരാൻ സാധിക്കത്തില്ല. സോ ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമനം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരം ഇല്ലായ്മ. എന്താണ് മിഥ്യാഹങ്കാരം? ഇപ്പൊ മാതാജി ചോദിച്ച ആ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. എന്താണ് മിഥ്യാഹങ്കാരം ഇല്ലായ്മ എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ താൻ ഈ ശരീരമാണ് എന്ന ചിന്ത ഇല്ലായ്മ. അതാണ് മിഥ്യാഹങ്കാരം. മുമ്പ് ഉപയോഗിച്ചൊരു വാക്കാണ് സ്വരൂപസിദ്ധി. ആ സ്വരൂപസിദ്ധിയും മിഥ്യാഹങ്കാരവും. നമുക്ക് വേണ്ടത് സ്വരൂപസിദ്ധിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന അറിവ്, അതാണ് സ്വരൂപസിദ്ധി. എന്നാൽ താൻ ശരീരമാണ് എന്ന തെറ്റായ ധാരണയുണ്ടെങ്കിൽ അതാണ് മിഥ്യാ അഹങ്കാരം എന്ന് പറയുന്നത്. ദാറ്റ്സ് റോങ്. ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാത്തവ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, ഇതെല്ലാമാണ് ജ്ഞാനം, ഇതല്ലാത്തതെല്ലാം അജ്ഞാനമാണ്. ഇതിലേതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ ഇതിനെ കുറിച്ചിട്ട്?
ഹരേ കൃഷ്ണ. സോ ഓക്കെ ഫൈൻ. ഹരേ കൃഷ്ണ. ആർക്കും പ്രഭു പ്രഭു സ്ഥൈര്യം എന്താണ്? ഏത് പ്രഭു? സ്ഥൈര്യം. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഡിനെസ്, സ്റ്റഡി ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുക. അതായത് നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു ഇത് പറയാം. എല്ലാ ന്യൂ ഇയർ സമയത്ത് വരുന്ന ഒരു വാട്സപ്പ് മെസ്സേജാണ്, അല്ലെങ്കിൽ ന്യൂ ഇയർ സമയത്ത് കണ്ട ഒരു വാട്സപ്പ് മെസ്സേജാണ്. അടുത്ത 5 ദിവസത്തേക്ക് നിങ്ങൾ ബീച്ചിൽ പോകുന്നത് സൂക്ഷിക്കണം, കാരണം അതിഭയങ്കരമായ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത 5 ദിവസത്തേക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം ഒന്ന് പറയാം, ഊഹിക്കാമോ? അവിടെ ചിലപ്പോ അവിടെ കടല് വേലിയേറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. ഏത് അവിടെ തിരമാലകൾ കൂടാൻ സാധ്യത ഉണ്ടായിരിക്കും, കടൽക്ഷോഭം വല്ലതും അല്ല ഉണ്ടാവും. അല്ല 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 എന്താന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചത്, എല്ലാ ആൾക്കാരും ഡിസംബർ 31 വൈകിട്ട് ഒരു റെസൊല്യൂഷൻ എടുക്കും. നാളെ മുതൽ ഞാൻ ജോഗിങ് അല്ലെങ്കിൽ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യും. 5 ദിവസം നീണ്ടു നിൽക്കും. 6ാമത്തെ ദിവസം ഭീം. അതാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് 5 ദിവസം അതിഭയങ്കരമായ തിരക്കായിരിക്കും. അതുകൊണ്ട് കടൽ തീരങ്ങളിൽ പോകുന്നത് സൂക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. തമാശ രൂപേണയാണെങ്കിലും ഇറ്റ് മേക്സ് എ ബിഗ് സെൻസ്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ, ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന് ഒരു സ്ഥിരതയുണ്ടാവണം. പ്രഭു തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവല്ല സത്സംഗത്തിൽ വന്നപ്പോൾ അവിടെ വെച്ച് പ്രഭു ഒരു തീരുമാനം എടുത്തു, എല്ലാ ദിവസവും 16 മാല ജപിക്കും. അത് സ്ഥൈര്യത്തോടു കൂടി എടുത്ത തീരുമാനമായിരിക്കണം. ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉഴപ്പും കുഴപ്പമില്ല പിന്നെ ചോദിക്കാം, പിന്നെ അങ്ങനെ ഉഴപ്പ് വിട്ടു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ സ്ഥൈര്യമില്ലായ്മയാകും. അപ്പൊ സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ പാലിക്കാനുള്ള ആ പ്രവണത, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യത്തെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പ്രഭു? ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഫൈൻ. സോ മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വിൽ കണ്ടിന്യൂ വിത്ത് അവർ സെഷൻ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8 മുതൽ 12 വരെയുള്ള ജ്ഞാന കൾട്ടിവേറ്റിംഗ് ദ ക്വാളിറ്റീസ് ഡിസ്ക്രൈബ്. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മൺ, എറ്റേണൽ സബോർഡിനേറ്റ് ടു സുപ്രീം ബ്രഹ്മൺ, ഭഗവാന്റെ അനുയായിയായിട്ട് നിൽക്കുക. സൂപ്പർ സോൾ എന്ന് പറയുന്നത് ഓൾ പെർവേഡിങ് 14 ശ്ലോക, ട്രാൻസിഡന്റൽ ശ്ലോക നമ്പർ 15, ഓൾ റിക്കൺസൈലിംഗ് ശ്ലോക നമ്പർ 16, അൺഡിവൈഡഡ് ശ്ലോക നമ്പർ 17, the source of knowledge and enlightenment ശ്ലോക നമ്പർ 18. This kshetrajna jnana and jnaya is fully understood by the Lord's devotee. അതാണ് 19ാമത്തെ ശ്ലോകം പറഞ്ഞത്. ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞേയയെക്കുറിച്ചും മുഴുവനായിട്ടുള്ള അറിവ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഭക്തൻ എന്ന് നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. സോ അതാണ് ഒരു ഭക്തന്റെ ഗുണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നൗ വി ആർ ഓൺ ദ തേർഡ് ലെസൺ ടുഡേ, സോൾ ആൻഡ് സൂപ്പർ സോൾ, ആത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞു. ഹാവിംഗ് ടോട്ട് ദ പ്രോസസ് ഫോർ അറ്റൈനിങ് നോളജ്, Krishna now teaches what is to be known, that is ജ്ഞേയം. By those means, അതായത് ഈ പറഞ്ഞ
മാർഗങ്ങളിലൂടെ ജ്ഞേയത്തെ അറിയുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗുരുവിനിൽ കൂടി ആ വ്യക്തി ഭഗവാനെ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഭഗവാനെ പൂജിക്കുന്നത്. സോ അതാണ് ജ്ഞേയ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ തിരിച്ചറിയുക, അത് സാക്ഷാൽ ഭഗവാൻ ആണ് എന്ന അറിവ് കൂടെ നേടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ജ്ഞേയ. സോ ദ റിയൽ ഒബ്ജക്ട് ഓഫ് നോളജ് ജ്ഞേയം ആർ ജീവാത്മ, ദ ഇൻഡിവിജ്വൽ സോൾ, ആൻഡ് പരമാത്മ, ദ സൂപ്പർ സോൾ, who is an expansion and representation of the Supreme Personality of Godhead Krishna. അപ്പം നമ്മളിലുള്ള ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുമുള്ള തിരിച്ചറിവ്, ഈ പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാൻ, ഇത് രണ്ടുപേരും ഭഗവാൻ, സുപ്രീം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരംശമാണ് എന്നുള്ള അറിവിനെയാണ് ജ്ഞേയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. So പറഞ്ഞു all pervading, transcendental, all reconciling, undivided, maintainer and destroyer. So finally text number 13 chapter 18 shloka, Krishna clearly reveals the identity of the one he has been describing. The Jneyam is the super soul who is Hridi Sarvasya, within the heart of all. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവാണ് താൻ എന്ന് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് 18ാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്യോതിഷാമപി തേജാതിസ് തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. സോ ഹൃദി സർവസ്യ വിഷ്ഠിതം, എല്ലാ ഹൃദയങ്ങളിലും ഞാൻ വസിക്കുന്നു. ജ്ഞേയം ഈസ് ദ സൂപ്പർ സോൾ ഹു ഈസ് സിറ്റുവേറ്റഡ് ഇൻ എവ്രി വൺസ് ഹാർട്ട്. അതാണ് എവ്രി വൺസ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എവ്രി വൺസ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ജീവാത്മാവും പരമാത്മാവും എല്ലാ ശരീരത്തിലെ ഹൃദയങ്ങളിലും വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ചില സംസ്കാരത്തിലുള്ള വ്യക്തിത്വങ്ങൾ പറയുന്നത് മൃഗങ്ങളിൽ ആത്മാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ശ്ലോകത്തിൽ അതിനെ വളരെ സ്പഷ്ടമാക്കുന്നുണ്ട്. ഹൃദി സർവസ്യ വിഷ്ഠിതം. എന്താണ് ഹൃദി സർവസ്യ വിഷ്ഠിതം എന്ന് പറയുന്നത്? സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. സർവഹൃദയങ്ങളിലും, മനുഷ്യരുടെ ഹൃദയത്തിൽ എന്ന് പറയുന്നില്ല ഭഗവാൻ. നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. So now we are going to the next lesson number 4, which is E. E stands for enjoyer. Enjoyer എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ. All good and bad events, transformations occur in matter. That's Prakriti. പ്രകൃതി എന്ന് പറയുന്നതിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയാ വ്യതിയാനങ്ങളും സംഭവിക്കുന്നു. പ്രകൃതിയും പുരുഷം ചെയ്വ വിദ്യനാദി ഉഭാവതി വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് അവരുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. ഇതേ കാര്യം നമ്മൾ മറ്റൊരു അധ്യായത്തിൽ പഠിച്ചതാണ്. നമ്മൾ 7ാമത്തെ അധ്യായത്തില് 4ഉം 5ഉം ശ്ലോകം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഭൂമിർ ആപോ അനലോ വായു ഖം മനോ ബുദ്ധിർ ഏവച്ച. ഇത് വളരെ സ്പഷ്ടമായിട്ട് അവിടെ അതാണ് പറയുന്നത്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കാം. സോ ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധിരേവച്ച അഹങ്കാരമിതീയം എന്ന ഭിന്ന പ്രകൃതിരഷ്ടത. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വേറിട്ട് ഉണ്ടായ വസ്തുക്കളാണ് എന്ന് പറയുന്നു. സോ അപ്പം ശ്ലോകം 20 പറയുന്നത് എല്ലാ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് മാറിയതാണ്, പ്രകൃതിയിൽ ഉണ്ടായതാണ്.
പുരുഷാസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് പ്രകൃതി എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഓർ ഡിസ്ട്രെസ് ആണ്. പുരുഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി കാണുക, കുറെ പൈസ കാണുമ്പോഴത്തേക്ക് അതിഭയങ്കരമായ സന്തോഷവാനാകുന്നു. ഈ വ്യക്തി നോക്കുക, ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ അവർ രണ്ടുപേരും ആകൃഷ്ടരാകുന്നു. സോ ഇങ്ങനെ ഓരോ വ്യക്തികളും ഓരോരോ മാർഗങ്ങളിൽ നമ്മൾ സന്തോഷവാനായിട്ട് കാണപ്പെടുന്നു. ചിലപ്പോൾ നമ്മൾ ദുഃഖിതരാകുന്നു. പക്ഷെ ഇത് രണ്ടാണ് എങ്കിലും നമ്മളെ ഇവിടെ കെട്ടി ഇടുന്ന രീതിയിലാണ്. നമ്മൾ സന്തുഷ്ടരാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളെ കെട്ടിയിടുകയാണ്, ഇവിടെ പിടിച്ച് ബന്ധനസ്ഥരാക്കുകയാണ് ചെയ്യുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ. പുരുഷാസ് ഡിസയർ ടു എൻജോയ് എൻടാങ്കിൾഡ് ഇൻ പ്രകൃതി. കാര്യകാരണ കർത്തൃത്വ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭൂങ്ദേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ അസദ്യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്തിലാണ് ഇത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. സോ ഈ എൻജോയ് ചെയ്യാനുള്ള നമ്മളുടെ ഡിസയർ, നമ്മളുടെ ആഗ്രഹമാണ് നമ്മളെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഇങ്ങനെ കെട്ടിയിടുന്നത്. ഈ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തെ പിടിച്ച് കെട്ടിയിടുന്നതല്ല. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവാത്മാവ് പല പല ശരീരങ്ങൾ സ്വീകരിച്ച് നമ്മളിങ്ങനെ ഉഴലിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ ജന്മമൃത്യു ജരാവ്യാധികളിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാര്യം. അടുത്തത് പറയുന്നത് വാട്ട് ഈസ് ദ റിയൽ പുരുഷ. അടുത്ത് നോക്കാം എന്താണെന്ന്. കൃഷ്ണ ഹാസ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് പരമാത്മ ആസ് ദ നോവർ ഓഫ് ദ ഫീൽഡ്. Now he will describe how the jiva who is also the knower of the field comes in contact with Maya. ഇപ്പോ രണ്ട് തരത്തിലുള്ള ക്ഷേത്രജ്ഞനാണുള്ളത്. ഒന്ന് പരമാത്മാവിനെ കുറിച്ച് നമ്മൾ മുമ്പേ കണ്ടു. ശരീരത്തിലുമുള്ള ജീവാത്മാവും ഒരു പുരുഷനായിട്ട് കാണിക്കുകയാണ്. So changes that body undergoes. 7 chapter 7-ലും 20-ലും പറയുന്നു. 13 chapter 7-ലും 20-ലും പറയുന്നു. Origin of the body means 13 chapter 6, 21, 22, 30. ഇത്രയും ശ്ലോകങ്ങളിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഇതേ എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. കൃഷ്ണ ഹാസ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് പരമാത്മ ആസ് ദ നോവർ ഓഫ് ദ ഫീൽഡ്. അതായത് മുമ്പ് പറഞ്ഞു, പരമാത്മാവ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ കുടികൊള്ളുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ഭഗവാനും ക്ഷേത്രജ്ഞനാണ്, ജീവാത്മാവും ക്ഷേത്രജ്ഞനാണ്. പ്രകൃതി ആൻഡ് പുരുഷ ആർ എറ്റേണൽ. അത് 20-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അതിനെക്കുറിച്ച്. So role of Prakriti and Purusha are eternal. Jiva's association with modes and his transmigration. ഇതാണ് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഈ പുരുഷ പ്രകൃതി സ്ഥോഹി ഭൂങ്ദേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സത് അസത് യോനി ജന്മഷു. നല്ലതും ചീത്തയുമായ പല ജീവജാലങ്ങളിൽ നമ്മൾ ജന്മമെടുക്കേണ്ടതായി വരുന്നു. എന്തുകൊണ്ട്? കാരണം ഗുണസംഗോസ്യ, പ്രകൃതിയുടെ ഗുണങ്ങളുമായിട്ട് ഉള്ള സംഘം കാരണം നമുക്ക് വീണ്ടും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭൂങ്ദേ പ്രകൃതി ജാൻ ഗുണ. ഭൂങ്ദേ അതായത് നമുക്ക് എൻജോയ് ചെയ്യണം എന്ന ആഗ്രഹമാണ് നമുക്കതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. There is a second type of Purusha, the super soul, who is never entangled like the ordinary Purusha. ഇവിടെ പറയുന്നത് ജീവാത്മാവിന്റെ ഗുണത്തെ കുറിച്ചിട്ടാണ്.
പുരുഷപ്രകൃതിസ്ഥോഹി, പ്രകൃതിയുമായുള്ള സമ്പർക്കത്തിൽ ഈ തനിക്ക് എൻജോയ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ ത്രിഗുണങ്ങളുടെ ബന്ധനങ്ങൾക്ക് കാരണം കൊണ്ട് സദ്ദും അസത്തുമായിട്ടുള്ള യോനികളിൽ നമ്മൾ ജന്മമെടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരമാത്മാവ് സാക്ഷാൽ ഭഗവാനും ക്ഷേത്രജ്ഞനാണ്. നോയിങ് ദിസ് കോസ് ലിബറേഷൻ, അതായത് ഈ വിവരം എന്നാൽ ഭഗവാൻ ഒരു തരത്തിലുള്ള എൻടാങ്കിൾമെന്റും ഇല്ല, അല്ലെങ്കിൽ ഭഗവാനെ ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരുവന് കോസസ് ലിബറേഷൻ. അതാണ് ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരഃ. ഇന്ദ്രിയാതീതനായ ഒരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ്? യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി നസ ഭൂയോ അഭിജായത്തെ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭ്യമാക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവൻ വീണ്ടും ജനിക്കുകയില്ല. So one can achieve this understanding through various types of yoga, of which bhakti is the easiest and best. So 26th നമ്മൾ വരികയാണ്. ഇത് നമ്മളിപ്പം കണ്ട ശ്ലോകങ്ങളാണ്. 25ാമത്തെ ശ്ലോകങ്ങൾ ഇപ്പൊ കണ്ട 25ാമത്തെ ശ്ലോകത്തില് പറയുന്നു അതർ മെത്തേഡ്സ്, എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഭഗവാനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു, മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമ കർമ്മ യോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. സോ മറ്റു പല മാർഗങ്ങളുണ്ട്. പക്ഷേ അന്യേ ത്വേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. പിന്നെയും ചിലരുണ്ട്, വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രാമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളത് കൊണ്ട് അവരും ജനന മരണങ്ങൾക്കപ്പുറം കടക്കുന്നു. സോ ഭക്തി ബൈ ഹിയറിംഗ്, ശ്രവണം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ, ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നു. കൃഷ്ണ ഹാസ് ആൻസേർഡ് ഓൾ ദ 6 questions of Arjuna. In the rest of the chapter, he will integrate and expand on all the topics and explain the vision of one who can understand them from proper perspective. 13ാമത്തെ അധ്യായത്തില് 1ാമത് ശ്ലോകത്തിൽ കൂടി അർജുനൻ ചോദിച്ച 6 ചോദ്യങ്ങളുടെയും ഉത്തരം ഭഗവാൻ ഇതോടുകൂടി പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷൻ, അതിനാണ് ജ്ഞാനചക്ഷു എന്ന് ആദ്യം നമ്മൾ കണ്ടത്. സോ ദാറ്റ് ഈസ് ദ സീക്കർ ടു സീയർ. നമുക്ക് നോക്കാം 27ാമത്തെ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്, ദ റിയലൈസ്ഡ് പേഴ്സൺ ക്യാൻ ഡിസ്റ്റിങ്വിഷ് സ്പിരിറ്റ് ആൻഡ് മാറ്റർ ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. ഒരു യഥാർത്ഥ തിരിച്ചറിവ് നടത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന് എന്താണ് ഭൗതിക പ്രകൃതിയിലുള്ളതെന്നും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ എന്തെന്നും, പിന്നെ ഭഗവാന്റെ അസ്തിത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. ഹി സീസ് indestructible super soul always accompanying indestructible living entities. Thus, seeing super soul everywhere, he acts in proper knowledge and never degrades himself by pursuing selfish desires in the mind. So അതാണ് 27ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും കർമ്മമണ്ഡലത്തിന്റെയും ക്ഷേത്രജ്ഞന്മാരുടെയുമാണ്, സംയോഗത്തിൽ നിന്നുള്ളവയാണെന്ന് പറയും. അടുത്തൽ പറയുന്നു, സർവ ശരീരങ്ങളിലും
വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ. സോ യഥാർത്ഥ കാഴ്ചയുള്ളവനെ കുറിച്ച് അവിടെ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, അതായത് 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ സ്വമനസ്സുകൊണ്ട് സ്വയം അധപ്പതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതനായ ലക്ഷ്യത്തോട് അയാൾ അടുക്കുന്നു. ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോട് അയാൾ അടുക്കുന്നു. അപ്പം എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ ജീവാത്മാവിനെയും പരമാത്മാവിനെയും രണ്ടിനെയും കാണുന്നതാണ് യഥാർത്ഥ ദൃഷ്ടി. അത് അറിയണമെങ്കിൽ ഈ ജ്ഞാനചക്ഷു ഉണ്ടാവണം, ശാസ്ത്രചക്ഷു ഉണ്ടാവണം. നമുക്കല്ലാതെ നമുക്കിത് നേടാൻ സാധിക്കത്തില്ല. ശാസ്ത്രങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്, അതാണ് ദ ട്രൂ സീയേഴ്സ് വിഷൻ ഓഫ് പരമാത്മ എന്നിവിടെ പറയുന്നു. സമം സർവേഷു ഭൂതേഷു, എല്ലാ ജീവജാലങ്ങളെയും തുല്യതയോട് കാണുന്നു. തിഷ്ഠന്തം പരമേശ്വരം, അതായത് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ ഇരിപ്പിട സ്ഥാനമാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. പ്രകൃതിത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യാ പശ്യതി താത്മാൻ അകർമ്മ അമകർത്താരം സ പശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. സോ യഥാർത്ഥ വിഷൻ അല്ലെങ്കിൽ ആ ശാസ്ത്രചക്ഷു ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ടി എന്ന് പറഞ്ഞ ട്രാൻസെൻഡന്റൽ അല്ലെങ്കിൽ അതീന്ദ്രിയമായ ആ ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവ്. അത് 30 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നതാണ്. അതെ, നമ്മൾ 30ാമത്തെ ശ്ലോകം നമ്മളിപ്പോൾ വായിച്ചു. സോ ഇപ്പൊ അതിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഹി സീസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി നൈദർ ഹി നോർ അതേഴ്സ് ആർ ആക്ടിങ്. നമ്മൾ ആരുമല്ല പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭൗതിക പ്രകൃതിയുടെ ഇഫക്റ്റ് ജീവാത്മാവിന് അല്ലെങ്കിൽ പരമാത്മാവ് അകത്തൊന്നും പ്രവർത്തിക്കുന്നില്ല. ഓൺലി ദ ബോഡി ആക്ട്സ് ഇൻ ദിസ് വേൾഡ്, ബട്ട് ദ ലിവിങ് എൻറ്റിറ്റി ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. അപ്പൊ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ ക്ഷേത്രമാണ്. അവിടെ പരമാത്മാവിനോ ജീവാത്മാവിനോ യാതൊരു വിധമായ പ്രവർത്തനവുമില്ല. നെവർ മിക്സിംഗ് വിത്ത് ദ ബോഡി, ശരീരവുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവുന്നില്ല എന്നിവിടെ പറയുന്നു. സോ ദ ട്രൂ സിയർ വിഷൻ അബൌട്ട് ജീവ ആൻഡ് പ്രകൃതി എന്ന് പറയുന്നതാണ് മുമ്പ് പറഞ്ഞത്. ഭൗതിക പ്രകൃതി സൃഷ്ടമാണ് ശരീരം, സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും എന്ന തിരിച്ചറിവ്. യഥാഭൂതപൃഥഗ്ഭാവം ഏകസ്തം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിൽ എത്തുന്നു. ആ ഒരു തിരിച്ചറിവിലേക്കാണ് ആ വ്യക്തി വരേണ്ടത്. എന്താണത് പറയുന്നത്? ബ്രഹ്മൺ വിഷൻ സീസ് സോൾസ് എക്സ്പാൻഡഡ് എവരിവെയർ. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതായത് ഒരു സൂര്യൻ ഒരു സ്ഥലത്ത് ഉദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ നമ്മുടെ ഉച്ചയ്ക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ താഴെ ഒരു 10 ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം കൊണ്ടുവച്ചാൽ നമ്മൾ 10 ഗ്ലാസ്സിലും സൂര്യനെ കാണാം എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാന്റെ ആ ജീവാത്മാവുമായിട്ട് പരമാത്മാവുമായിട്ട് നമ്മൾ ഭഗവാൻ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്നത് എന്ന് അവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ശാശ്വതത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. ഇവിടെ അത് പറയുന്നു 33ാമത്തെ ശ്ലോകത്തിൽ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നില്ല. ഒരിക്കലും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ചേരുന്നില്ല എന്ന് അവിടെ പറയുകയാണ്. 34ാമത്തെ ശ്ലോകം.
യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പകർത്തുന്ന പോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. സോ ലാസ്റ്റില് ഇതിന്റെ ഫലശ്രുതി ആയിട്ട് ഭഗവാൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. സോ എന്താണ് ഭഗവാനോട് പറയുന്നത്? ശരീരത്തിനും, അതായത് ക്ഷേത്രം, അതിനെ അറിയുന്നവനും, അതായത് ക്ഷേത്രജ്ഞൻ, തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനും ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. സോ നമ്മൾ അറിയേണ്ടത് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം, അവര് തമ്മിലുള്ള പ്രവർത്തനം എങ്ങനെ, ഈ വിവരങ്ങളെ കുറിച്ച് അറിയുന്നവൻ, അതാണ് ജ്ഞേയം. അല്ലെങ്കിൽ ക്ഷേത്രജ്ഞനെ കുറിച്ചും ക്ഷേത്രത്തെ കുറിച്ചുമുള്ള അറിവ്, അല്ലെങ്കിൽ ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് ആണ് ജ്ഞേയം. അതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരുവൻ തിരിച്ചു വീണ്ടും ഭൂമിയിലേക്ക് ജനിക്കേണ്ടതായി വരുന്നില്ല. അവന് ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് വൈസസ്റ്റ് എന്ന് പറയുന്ന 6 ലെറ്ററുള്ള ഈ ഒരു അക്രോണിമാണ്. WISEST. വൈസ് ക്വസ്റ്റ്യൻസ്, ഐറ്റംസ് ഓഫ് നോളജ്, സോൾ ആൻഡ് സൂപ്പർ സോൾ, എൻജോയർ, സീക്കർ ടു സീയർ, ട്രാൻസെൻഡന്റൽ, അതീന്ദ്രിയമായ കാര്യങ്ങൾ എന്നുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം അത്ര ഈസി ആയിട്ട് മനസ്സിലാകുന്ന കാര്യമല്ല. ഇനി അടുത്ത 1-2 അധ്യായങ്ങൾ കൂടി ഇതുപോലെ തന്നെയാണ്. കുറച്ച് കട്ടിയായിട്ടുള്ള പ്രയാസങ്ങളേറിയ പദങ്ങളും അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നോളജുമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഹരേ കൃഷ്ണ. മാക്സിമം നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എനി കമന്റ്സ് ഉണ്ടെങ്കിലും മോസ്റ്റ് വെൽക്കം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രകൃതിയുടെ ത്രൈഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടില്ല. പ്രകൃതിയുടെ ആ 3 ഗുണങ്ങള്. സത്വരജസ്തമോ ഗുണങ്ങൾ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതാണ് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു ഫോർ ദ ഡിസ്കഷൻ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? ഹരേ കൃഷ്ണ. സോ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ we will end the session now. Thank you so much. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. വളരെ സന്തോഷം എല്ലാവരും വന്ന് ജോയിൻ ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും അതിൽ നിന്ന് വരുന്നത്. അത് ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.